ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജോക്കർ ഇപ്പോൾ ഹീറോയാണേ. ആഹാ, ഇപ്പോൾ വന്നിട്ട് റസ്മിൻ ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിൽ കയറി. റസ്മിന് ബിഗ് ബോസ് വീടിൻ്റെ അകത്തേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞാൽ പാടത്ത് കോലം വെക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തലയിൽ ചട്ടിയൊക്കെ കമത്തിക്കൊണ്ട് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ കയ്യും വിടർത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ ശ്രീതു വന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അർജുനെ വിളിക്കുന്നു. അർജുൻ ബാ ബാ, ഇവിടെ ഒരാൾ നിൽക്കുന്നു, ഇത് റസ്മിനാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് പൊക്കി നോക്കുന്നു. അപ്പോൾ റസ്മിനാണ്. അങ്ങനെ വളരെ സന്തോഷത്തിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം ജാസ്മിനെ വേണ്ടി കാത്തിരിക്കുന്നു. ജാസ്മിൻ ബാത്റൂമിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടെ അവർ ഫുഡെല്ലാം ഉണ്ടാക്കുന്നിടം വരെ ബാത്റൂമിൻ്റെ അകത്തായിരുന്നു. അത്രയും നേരം അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇത്രയും നേരമൊക്കെ ബാത്റൂമിൽ കയറി ഇരുന്നാൽ പോലും ബിഗ് ബോസ് അനൗൺസ് ചെയ്യത്ത് പോലും ഇല്ല. കാരണം ബിഗ് ബോസിൻ്റെ ദത്തുപുത്രി ആയതുകൊണ്ട് ചോദിക്കത്തേ ഇല്ല. എത്ര നേരമാണ് അതിനകത്തിരിക്കുന്നത്. അവർ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പോലും ജാസ്മിൻ അതിൻ്റെ അതൊന്നും ഇറങ്ങത്തില്ല. പക്ഷേ ജിൻഡോ അങ്ങോട്ട് കയറുമ്പോഴേ ജാസ്മിൻ പറയും ഉറക്കമാ അതാ ഇതാന്നൊക്കെ പറയുന്ന ആളാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വെളിയിലത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞങ്ങൾ റസ്മിന് മുട്ടിയിരിക്കുക. അതോടൊപ്പം തന്നെ ജാസ്മിൻ അത് കേൾക്കുകയും വേണം. അതിനുവേണ്ടി എന്തൊക്കെ മാർഗങ്ങളാണ് പ്രയോഗിക്കുന്നത്. ഒടുവിലാണെങ്കിൽ പറഞ്ഞു ഗബ്രിയുടെ കാര്യം, ഞാനും ഗബ്രിയെ കാത്തിരിക്കുക, ഇപ്പം നീ വന്നത് കൊണ്ടുകൂടി എനിക്ക് വലിയ സന്തോഷമായെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും റസ്മിൻ പറയുന്നുണ്ട് അത് വേണ്ട, ഞാൻ വന്നാൽ മതി എന്ന് പറയുമ്പോൾ ജാസ്മിൻ ഒരു ഞെട്ടിയൊക്കെ നോക്കുന്നുണ്ട്. വെളിയിൽ എന്തായിരിക്കും എന്ന് ഉള്ള ചിന്തയിൽ. അത് കഴിഞ്ഞതിന് ശേഷം പാട്ടിലൂടെയായി കാര്യങ്ങൾ പറയുന്നത്. അർജുനും ശ്രീതുവും ജാസ്മിനും ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ജോക്കർ ഇപ്പോൾ ഹീറോയാണ് എന്ന് പറയുന്ന പാട്ട് പാടിക്കൊടുക്കുന്നു. കാരണം ഇത് ജിൻഡോയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ജിൻഡോ ആണ് മുമ്പിൽ നിൽക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു പാട്ടാണ് പാടിക്കൊടുക്കുന്നത്. എന്നിട്ട് ആംഗ്യങ്ങളിലൂടെയൊക്കെ കാണിച്ചു തുടങ്ങി. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു റസ്മിൻ പുറത്തെ കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസ്മിൻ പറയുന്നു ഞാൻ പുറത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ആംഗ്യങ്ങളിലൂടെയും കാണിക്കാൻ പാടില്ല എന്ന് തന്നെ ബിഗ് ബോസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ ജിൻഡോയ്ക്ക് അത് കാര്യം മനസ്സിലായി എന്തോ പറഞ്ഞു എന്നുള്ളത്. അവർ ആംഗ്യങ്ങളിലൂടെ കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ജിൻഡോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തുമായാലും റസ്മിൻ വന്നിട്ട് റസ്മിൻ്റെ ജോലി വളരെ കൃത്യമായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. അത് ബിഗ് ബോസ് കണ്ടുപിടിച്ചു എന്ന് തന്നെ പറയാം. റസ്മിൻ വന്ന സമയത്ത് പോലും കുറേ നേരം അവരൊന്നിച്ച് സംസാരിച്ചതൊന്നും നമ്മളെ കാണിച്ചിട്ടില്ല. അവർ കുറേ നേരം അവരൊന്നിച്ച് സംസാരിക്കുകയായിരുന്നു, ജാസ്മിനും അതോടൊപ്പം തന്നെ റസ്മിനും കൂടെ. അത് നമ്മളെ കാണിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരൊന്നിച്ച് ഇരുന്നിങ്ങനെ പാട്ടുകളൊക്കെ പാടി ജോക്കർ ഇപ്പോൾ ഹീറോയാണ് എന്നൊക്കെ പാടുന്നത് നമ്മളെ കേൾപ്പിച്ചു. അതിന് ബിഗ് ബോസ് താക്കീതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.